നമസ്തേ എവരിവൺ, വെൽക്കം ടു മിത്രയോഗ. നിങ്ങൾക്കറിയാവോ, നമ്മൾ പറയുന്ന ഓരോ വാക്കുകളുടെ പുറകിൽ ഒരു ഇമോഷൻ ഉണ്ട്. അതിൻ്റെ പുറകിൽ ഒരു സ്റ്റോറി ഉണ്ട്. അതിൻ്റെ പുറകിൽ ഒരു കണ്ടീഷനിങ് ഉണ്ട്. നമ്മുടെ ഓരോ വാക്കും ഓരോ എനർജിയാണ് ക്യാരി ചെയ്യുന്നത്. സത്യത്തിൽ ഈ വാക്കുകൾ നമ്മുടെ ഇന്നർ സ്റ്റേറ്റിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ആരെങ്കിലും എന്നോട് വന്ന് ചോദിക്കുകയാണ്, ഹൗ ആർ യു? അപ്പോൾ ഞാൻ പറയണം, ഐ എം ഫൈൻ. ശരിക്കും ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ സന്തോഷവതിയാണോ? അങ്ങനെ ആയിട്ടാണോ ഞാൻ ഐ എം ഫൈൻ എന്ന് പറയുന്നത്? ഞാൻ ഓക്കെ ആണോ? ചിലപ്പോൾ ഇത് നമ്മൾ ആ വരുന്ന ആളോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്, കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്ത് പോകാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് പറയും ഐ എം ഫൈൻ. അതുമല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയും നമ്മൾ പറയും ഐ എം ഫൈൻ. ഇത് സത്യത്തിൽ നമ്മളുടെ ഇമോഷൻ്റെ മുന്നിലുള്ള ഒരു വലിയൊരു മതിൽക്കെട്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരു ഷീൽഡാണ് നമ്മൾ. ശരിക്കും നമ്മളുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഹീലിംഗ് പ്രോസസ്സിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ബി ഹോണസ്റ്റ് ടു യുവർ സെൽഫ്. നമ്മുടെ ഉള്ളിൽ നടക്കുന്നത് എന്താണെന്ന് അറിഞ്ഞാലേ നമുക്ക് അതിനെ ഹീൽ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ടൈം നിങ്ങൾ ഐ എം ഫൈൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുക, ആം ഐ റിയലി ഫൈൻ? എന്താണ് എൻ്റെ ഉള്ളിൽ ഇപ്പോൾ നടക്കുന്ന ഇമോഷൻ? നമ്മുടെ വേർഡ്സിനെ നമ്മൾ മാറ്റിയാൽ നമുക്ക് നമ്മുടെ വേൾഡ് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും. താങ്ക് യു.